ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹയുടെ സന്ദേശം വിടുതൽ എന്ന് പറയും. വിടുതൽ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും വലിയ പ്രശ്നമില്ലാത്തൊരു വാക്കാണ്. വിമോചനം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പസ്വല്പം പ്രശ്നമൊക്കെ ഉണ്ട്. വിമോചനം വേണോ വിടുതൽ വേണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിന് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ അതൊന്ന് വായിച്ചോട്ടെ. ഇനി നമ്മുടെ സ്നേഹ സൂസൻ മത്തായി എഴുതിയ ലേഖനം, അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ അൽഗോരിതത്തിലെ ഗ്ലിച്ചുകളാണ്. ചുറ്റും നോക്കൂ, മറ്റുള്ളവരുള്ള വെറുപ്പും ഭീതിയുമാണ് നുരയുന്നത്. മനുഷ്യനെയും പ്രകൃതിയെയും ചൂഷണവിധേയമാക്കുന്ന അടങ്ങാത്ത ലാഭക്കൊതിയാലും അതിനുവേണ്ടി നടത്തപ്പെടുന്ന അധിനിവേശങ്ങളാലും വംശഹത്യകളാലുമാണ് ഈ ലോകക്രമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ജാതിയുടെയും ലിംഗപദവിയുടെയും വർഗത്തിൻ്റെയും കോഡുകളിലാണ് അതിൻ്റെ പ്രോഗ്രാമുകൾ ഓടുന്നത്. നമുക്കെല്ലാം സ്നേഹ സൂസൻ മത്തായി അറിയാം. അതുകൊണ്ട് 78 പേര് ചേർന്ന് അടുത്ത ഇറക്കിയൊരു പുസ്തകമാണ് ഉള്ളെഴുത്തുകൾ എന്ന പുസ്തകം. ആ ഉള്ളെഴുത്തുള്ള പുസ്തകത്തിൽ ആദ്യത്തെ ലേഖനം സ്നേഹയുടെ ലേഖനമാണ്. രണ്ടാമത്തെ ലേഖനം ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും പ്രശസ്തനായ ഓർത്തഡോക്സ് സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ കെ എം ജോർജിൻ്റെ ലേഖനമാണ്. അപ്പോൾ ഈ പുസ്തകം എനിക്ക് കിട്ടി. ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയപ്പെടുന്ന പ്രിയപ്പെട്ട ജോർജ് സക്രിയ, ഷിജു സാം വർഗീസ്, മോത്തി വർക്കി അച്ഛൻ എന്നീ 3 പേര് ചേർന്നാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. 78 പേരുടെ എഴുത്തുകൾ പോലെയാണ് ഒരാൾ മറ്റൊരാൾ കഴിക്കുന്ന എഴുത്ത്, ലേഖനമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ലേഖനത്തിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും വളരെ വിശദമായ ഇന്നത്തെ ഒരു സാമൂഹിക ചിത്രം വളരെ വ്യക്തമായി വരച്ചു കാട്ടാനായിട്ട് സ്നേഹയ്ക്ക് സാധിച്ചു. ഞാൻ രാവിലെ ഇരുന്ന് ഇൻ്റർനെറ്റിൽ കയറി ഓൾഗരിതം എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ലഭിച്ചാലും ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ ഓൾഗരിതത്തെക്കുറിച്ച് 25 മിനിറ്റ് പറയുന്ന ഒരു വീഡിയോ ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. വളരെ ലളിതമായി എന്താണ് ഓൾഗരിതം എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. കാരണം ഒരു കാര്യത്തെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പായിട്ട് ചെന്നിട്ട് വേണം അതിനെ പരിഹരിക്കാനുള്ള പദ്ധതിയിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് എടുത്തിയാടി പോകാനായിട്ട് ശരിയല്ല. അതിന് ഉദാഹരണം പറയുന്നത്, ഒരു മുട്ട ബുൾസേ ഉണ്ടാക്കണേ എന്തൊക്കെ വേണം? മുട്ട വേണം, എന്തൊക്കെ വേണം? സബോള വേണം, ഉപ്പ് വേണം, ഇത്തിരി എണ്ണ വേണം, ചീനച്ചട്ടി വേണം അതുണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാം സ്റ്റെപ്പായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ട് സവോള എപ്പോഴാണ് അരിയുന്നത്? ഉണ്ടാക്കി കഴിയുമ്പോഴോ അത് അരിഞ്ഞ് വെക്കണം. മുട്ട പൊട്ടിച്ചൊന്ന് അടിച്ചൊക്കെ റെഡിയാക്കി വെക്കണം. ഓരോന്ന് നമ്മൾ ക്രമമായിട്ട് വേണം മുട്ട ബുൾസേ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ റോബോട്ടിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മൾ അധിക മേഖലയിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുവാനായി ക്രമീകൃതമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അത് ജീവിതത്തിൽ പാലിക്കണം, അത് ചിട്ടയായി വളർത്തിയെടുക്കണം. ഒരു വശത്തെ സ്നേഹം പറയുകയാണ്. വിമോചനം വിടുതൽ എന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം നമുക്കെല്ലാവർക്കും കാണാൻ അറിയാം. എത്ര വർഷമാണ് ഇസ്രായേൽ ജനത മിസ്രൈമിൽ അടിമത്തം അനുഭവിച്ചത്?
എത്ര വർഷമായ 430 വർഷം. 430 വർഷം അവർ അവിടെ അടിമത്തം അനുഭവിച്ചു. അവരെ ആരെ സമയത്ത് അങ്ങോട്ട് പോയത്? ജോസഫ് അവിടെ പോയി അല്ലേ? അതിനുശേഷം ക്ഷാമം അനുഭവിച്ചപ്പോൾ യാക്കോബ് അവിടെ ചെന്നു. അന്ന് ഫറവോനുമായിട്ട് ജോസഫിനൊക്കെ നല്ല ബന്ധമായിരുന്നു. എന്നാൽ ആ ഫറവോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അടിമത്തത്തിലേക്കാക്കി, ആ പ്രയാസത്തിലേക്കൊക്കെ ആക്കി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ മുമ്പിലൊരു പ്രശ്നം ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ക്രമത്തിലെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള അടിമത്തമാണ്, വ്യത്യസ്തമായ തരത്തിലുള്ള അടിമത്തമാണ്. അപ്പോൾ നമ്മൾ വിടുതലെന്ന് പറയുമ്പോൾ 2 വിധത്തിലുള്ള വിടുതലുണ്ട്. ഈ ഉള്ളെഴുത്തുള്ള പുസ്തകത്തിൽ ആ 2 വിധത്തിലുള്ള വിടുതലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നത് നമ്മളാരും സൃഷ്ടിച്ച ഒരു ലോകത്തിലേക്കല്ല, നമ്മൾ മറ്റുള്ളവരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകക്രമത്തിലേക്കാണ് ജനിക്കുന്നത്. അത് സ്നേഹം ഉന്നയിക്കുന്ന എൻ്റെ ആദ്യ ഭാഗത്ത് അത് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്നത് നമ്മളാരും സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിലേക്കല്ല, അവിടെ ഒരു ലോകക്രമമുണ്ട്. സാധാരണഗതിയിൽ ആ ലോകക്രമത്തിലെ മര്യാദകൾ പാലിച്ച് നമ്മൾ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് അടിമത്തമാണ് തിരിച്ചറിയുമ്പോഴാണ് അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. അതിനെതിരെ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കേണ്ടത്, രാഷ്ട്രീയമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്, രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിമോചനിച്ച് ഒരു വിമോചിത ദേശത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ പറയുന്നത്. കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ കനാൻ ദേശത്തിലേക്ക് വിടുവിക്കുകയാണ്. നമുക്ക് പോകുന്ന ദേശത്തെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. ഇന്ന ദേശത്തേക്ക് പോകേണ്ട ആവശ്യമാണ്. നമ്മുടെ സദറ പ്രാർത്ഥനയിലൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ പുതിയ ലോകത്തിലേക്ക് പുതിയ മനുഷ്യരായി പ്രവേശിക്കത്തക്കവണ്ണം ഞങ്ങളെ നീ ഒരുക്കണമെന്ന്. അല്ലെ, പഴയ മനുഷ്യരെല്ലാം പുതിയ ദേശത്തേക്ക് പ്രവേശിക്കാൻ കണ്ടിരിക്കും. അവർ പഴയ ചിന്താഗതികളും പഴയ പ്രവർത്തികളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ചപ്പോൾ ഒരു പണി ചെയ്തു. എന്താ ചെയ്തു? അവിടെ നിന്ന് വിരിച്ച ഒരുത്തരം ജീവനോട് അവിടെ കയറ്റിയില്ല, മോശെ ഉൾപ്പെടെ അല്ലേ? അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ഒരു വിധത്തിൽ മരിച്ചു. അവരുടെ സന്തതികളാണ് അങ്ങോട്ട് പ്രവേശിപ്പാനിടയായി. അതായത് പഴയ മനുഷ്യൻ പഴയ സ്വഭാവത്തിൽ പഴയവരായി കയറുന്നത് ശരിയല്ല. അവർ പുതിയവരായി കയറേണ്ട, അവർ പുതിയതായി രൂപപ്പെടേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഇമ്മാനുവേൽ പറഞ്ഞ 40 വർഷം എടുത്ത മരുഭൂമിയിൽ. ഞാൻ അമേരിക്കയിൽ ഒരു പള്ളിയിലിരിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ നിന്ന് അവിടുത്തെ 7ാം ക്ലാസ് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു മോൻ എൻ്റെ അടുത്ത് വന്നിച്ചു, അച്ഛാ വാട്ട് ഫൂളിഷ് തിങ് ഇറ്റ് ഈസ്, ഇറ്റ് ജസ്റ്റ് ടേക്ക് 14 days ടു ക്രോസ് ദിസ് ഡെസേർട്ട് ആൻഡ് റീച്ച് ദെയർ. അച്ഛാ 14 ദിവസം കൊണ്ട് അവിടെ കയറാം. ഞങ്ങൾ ഈ ഗൂഗിൾ മാപ്പെല്ലാം ഇട്ട് ഒരു ദിവസം 25-20 കിലോമീറ്റർ നടക്കുവാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് 14 ദിവസം കൊണ്ട് കയറാം. ആ 14 ദിവസം കൊണ്ട് കയറുന്നിടത്ത് നിങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിപ്പിച്ച് എത്ര വർഷം എടുത്തു? 40 വർഷം. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ ഒരു കുട്ടി ചോദിച്ചാൽ എന്താ പറയും? നമ്മൾ പറയും, ഇടിക്കട വരെ നിന്നോട് ഇതാ പഠിക്കാനാണോ ഉള്ള വ്യവസ്ഥയിൽ പറയുന്നത്, പഠിക്കാൻ പറയും അല്ലേ? അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ ഞാൻ ആലോചിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയിലൊരു മറുപടി പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം. മുറിപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്ന് അത് പഠനം നിർത്തി, അവനും പോകാൻ അപ്പനും പോവും, ആ കുടുംബം തന്നെ പോയാന്നിരിക്കും. ഞാൻ പറയും, മോൻ വെയിറ്റ്, ഞാനതൊന്ന് ശരിക്കൊന്ന് പഠിച്ചിട്ട് നോക്കിയിട്ട് അടുത്ത ആഴ്ച മറുപടി പറയാമെന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ സെമിനാരി പ്രിൻസിപ്പൽ ആകുന്ന MC തോമസച്ചൻ അന്ന് ഡ്രൂ യൂണിവേഴ്സിറ്റി PhD ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ തന്നെ. ഞാൻ പറഞ്ഞ ചാപ്പാടെ കുഴച്ചിലായി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോൻ കഴിഞ്ഞ ആഴ്ച എന്നെ അവിടെ എണീപ്പിച്ച് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവൻ ഇതാ പ്രശ്നമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 14 ദിവസം കൊണ്ട് അവിടെ അവർ കയറിയിരുന്നെങ്കിൽ ആ ഫറവോൻ്റെ രാജ്യത്തെ അടിമത്ത സമ്പ്രദായമെല്ലാം വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറുന്നത്. ആ അടിമ മനോഭാവം മറ്റുള്ളവരെ അടിമയാക്കണം, മറ്റുള്ളവരെ വിധേയപ്പെടണം. അതുകൊണ്ട് അവരെ രൂപാന്തരപ്പെടുത്തി പുതിയ ലോകത്തിലേക്ക് പുതിയ മനുഷ്യരായി കയറത്തക്കവണ്ണം 40 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ലോകത്തിലേക്ക് പുതിയ മനുഷ്യരായി കയറണമെങ്കിൽ നമുക്ക് വർഷമെടുക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ വേണം.
അതിൻ്റെ ചിട്ടകൾ ദൈവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് നാം ജീവിക്കുന്ന ജനിച്ചു വീഴുന്ന ലോകത്തിൽ അപാകതകളുണ്ട്, ലിംഗ പദവിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഹെയറാർക്കിക്കൽ സൊസൈറ്റിയാണ്, പേട്രിയാർക്കൽ വാല്യൂസാണ്. ഇതെല്ലാം ഞാൻ പറയുന്ന വാക്കല്ല, സ്നേഹ പറയുന്ന വാക്കുകളാണ്. നാളെ സ്നേഹ കാണുമ്പോൾ ചോദിക്കണം ഇതൊക്കെ എന്താ അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ് നമ്മളെ വന്നുപെടുന്നത്. എന്നാൽ ആ സമൂഹത്തിൽ അസമത്വങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വലിയ കാര്യം. നമ്മൾ മനസ്സിലായതിന് എന്ത് ചെയ്യും? നമ്മൾ അടിമകളാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അടിമത്തത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ ആരുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനത മിസ്രൈം ജനതയുടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോയത്? മോശയുടെ നേതൃത്വത്തിലാണ്. നമുക്കെല്ലാം അറിയാം. മോശയെ ദൈവം വിളിക്കുന്നതിന് മുമ്പ് തന്നെ മോശയ്ക്ക് ഇവരെ, എൻ്റെ സഹോദരന്മാരെ വിമോചിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? മോശ ഫറവോൻ്റെ അരമനയിൽ ഫറവോൻ്റെ പുത്രി എടുത്തുകൊണ്ട് പോയപ്പോൾ പാല് കൊടുത്ത് വളർത്തുവാൻ അമ്മയെ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മ കുട്ടിക്ക് പാല് കൊടുത്ത് വളർത്തുമ്പോൾ അമ്മമാർ കഥകളൊക്കെ പറയും. കഥകളൊക്കെ പറഞ്ഞാണ് കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ മോശയോട് അമ്മ പറഞ്ഞു, നീ അരമനയെ വസിക്കുമ്പോൾ നിൻ്റെ സഹോദരിമാർ അടിമത്തത്തിൽ കഴിയാണ്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് പോരല്ലേ, നീ അവരെ വിമോചിപ്പിക്കുവാൻ, അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവാനായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയിൽ കൂടി ഈ നല്ല ഉപദേശം, എൻ്റെ സഹോദരിമാർ അടിമത്തത്തിൻ്റെ പീഡനം അനുഭവിക്കുന്നുണ്ട്, അവരെ വിടുവിക്കണം, അവിടെ നിനക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. 40 വർഷമാണ് ഫറവോൻ്റെ അരമനയിൽ മോശ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അവിടുത്തെ മന്ത്രവാദങ്ങളൊക്കെ മോശ പഠിച്ചു, അവിടുത്തെ കായികാഭ്യാസങ്ങളൊക്കെ പഠിച്ചു, നല്ലൊരു കായികാഭ്യാസിയായി തീർന്നു. അപ്പോൾ മോശ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഇറങ്ങിയപ്പോൾ ഒരു ഇസ്രായേലിനെ അടിക്കുന്ന കണ്ടു. മോശ എന്ത് ചെയ്തു? അവനെ അടിച്ച് തല്ലിക്കൊണ്ട് മണലിൽ ഒഴിച്ചിട്ടു. നമുക്കറിയാൻ പിന്നെ പ്രസംഗിക്കുന്നു. അച്ഛമ്മൻ എല്ലാ ആഴ്ചയും ഇത് തന്നെ അവന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ കൊല്ലം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് സ്നേഹം പറയുന്നത്, ഇന്നത്തെ പ്രശ്നമാണോ ഇന്നലത്തെ പ്രശ്നമാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രസംഗത്തിൽ കൂടെയൊക്കെ ഇന്നലത്തെ പ്രശ്നങ്ങളാണോ പഠിപ്പിക്കുന്നത്, അതോ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണോ പഠിപ്പിക്കുന്നത്? എന്നാൽ അല്ല, മോശയെ കൂടെ വലിയൊരു പാഠമുണ്ട്. അപ്പോൾ മോശ അവനെ തല്ലി മണലിൽ കുഴിച്ചിട്ടിട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ 2 ഇസ്രായേലിൽ തമ്മിൽ വഴക്കെടുത്തു. അത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവരുടെ അടുത്ത് എടാ നിങ്ങൾ തമ്മിൽ സഹോദരന്മാരല്ലേ വഴക്കെടുന്നെന്ന് ചോദിച്ചു. അപ്പം അവർ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് കാര്യവിചാരനാക്കിയ ആരാ? നമ്മുടെ കമ്മിറ്റി ചോദിക്കുന്ന അതേ ചോദ്യമാണ്. നിന്നോട് ഇത് ചോദിക്കാൻ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയേ, അല്ലേ? നിന്നെ ആരാ ഞങ്ങൾക്ക് കാര്യവിചാരകനാക്കിയേ? അപ്പം മോശം മനസ്സിലായ കാര്യം വളരെ പരസ്യമായി ഇന്നലെ മിസ്രൈമിനെ തല്ലിക്കൊന്നിട്ടുണ്ട്. അത് ഫറവോൻ അറിഞ്ഞാൽ ഉടൻ തന്നെ മരണമാണ്. മോശ അവിടെ നിന്ന് ഓടിപ്പോയി. 40 കൊല്ലം ഫറവോൻ്റെ അരമനയിൽ നിന്ന് പഠിച്ച കായിക ബലവും കായികാഭ്യാസവും കൊണ്ട് വിമോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. മോശ ഓടി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 7 പെൺകുട്ടികൾ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉച്ചയ്ക്ക് ആടിന് വെള്ളം കോരി വെച്ചു. ആടിന് വെള്ളം കോരി അവർ വളരെ ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെച്ചപ്പോൾ എന്തോ സംഭവിച്ചത്? കായിക ശേഷിയുള്ളവർ വന്നിട്ട് ആ വെള്ളം എടുത്ത് അവരുടെ ആടിന് കൊടുത്തു. ഇവരുടെ ആടിനെ കൊടുക്കാൻ സാധിച്ചില്ല. ഇത് കണ്ടപ്പോൾ മോശ ഓടിച്ചെന്നു. മോശ അവരെ അടിച്ചോടിച്ചിട്ട് ഇവരുടെ ആടിനെ, ഈ പെൺകുട്ടികൾ കോരി വെച്ച വെള്ളം അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ 7 പുത്രിമാർ വീട്ടിൽ നേരത്തെ എന്നപ്പോൾ അപ്പൻ ഇത്രോ ചോദിച്ചു. ആദ്യം രഘുവേൽ 2 പേരുണ്ട് അവിടെ 2-ാം അധ്യായത്തിൽ. രഘുവേൽ ചോദിച്ചു, നിങ്ങളെന്താ വേഗത്തിൽ വന്നേ? അത് ഞങ്ങളിന്ന് വെള്ളം കോരി വെച്ച് ഞങ്ങളുടെ വെള്ളം മറ്റവർ പിടിക്കാൻ വന്നപ്പോൾ ഒരാൾ വന്ന് അവരെ ഓടിച്ചു കളഞ്ഞുകൊണ്ട് വേഗത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തെ എന്താ കൂട്ടിക്കൊണ്ട് വരാഞ്ഞേ? അപ്പോൾ ഈ പെൺകുട്ടികൾ പോയി മോശ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മോശ അവിടെ ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. ആദ്യത്തെ വനിതാ വിമോചക പ്രസ്ഥാനം ആരാ നടത്തിയെന്ന് വെച്ചാൽ ഇത്രോയുടെ 7 മക്കളാണ് ആദ്യത്തെ വനിതാ വിമോചന പ്രസ്ഥാനക്കാർ. ആരാ? ഇത്രോവിൻ്റെ 7 മക്കൾ. അതിലൊരു മകളെ സന്തോഷം കൊണ്ട് മോശയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആരെയാ അമ്മയുടെ പേര്? സിപ്പോറ. വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യത്തെ വനിതാ വിമോചന പ്രസ്ഥാന നേതാവാരാ? സിപ്പോറ.
7 മക്കൾ നേതൃത്വം കൊടുത്ത ആൾ സിപ്പോറയാണ് നേതൃത്വം കൊടുത്തത്. അപ്പം രാത്രിയിൽ ഈ ഇവരോട് മോശ അവിടെ ചെന്നപ്പം ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ആര് രക്ഷിക്കുമായിരുന്നു? ഈ മല്ലന്മാർ വന്ന് എന്നും ഇങ്ങനെ വെള്ളം ഇവർ കോരി വെക്കുമ്പോൾ അവർ വെള്ളം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ന്യായമായ ഒരു ചോദ്യം മോശ അവരോട് ചോദിച്ചു കാണും. ഞാൻ ഇന്ന് വന്ന് രക്ഷിച്ചു, ഞാൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെങ്ങനെ രക്ഷപ്പെടുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആ മലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. അത് ഹോറേബ് മലയാണ്. ഞങ്ങൾ ആ മലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. അവിടെ ദൈവമാണ് ഞങ്ങൾക്ക് രക്ഷകനായിട്ടുള്ളത്. ഇത് മോശയ്ക്ക് വലിയൊരു വെളിപാടാണ്. അതായത് ഫറവോൻ്റെ അരമനയിൽ താമസിച്ചപ്പം അവിടുത്തെ ദൈവം ബലവാന്മാരുടെ ദൈവമാണ്, ശക്തിമാന്മാരുടെ ദൈവമാണ്, സമ്പത്തുള്ളവരുടെ ദൈവമാണ്, യജമാനന്മാരുടെ ദൈവമാണ്. എന്നാൽ ഇപ്പോൾ ഇത്രോടെ വീട്ടിൽ വന്നപ്പോൾ ആ പെൺമക്കൾ പറയുന്നു, ബലഹീനർക്കൊരു ദൈവമുണ്ട്, ബലഹീനരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ബലഹീനരെ വിമോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മോശ 40 വർഷം ഫറവോൻ്റെ അരമനയിൽ നിന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പിന്നെ വായിക്കുന്ന 40 വർഷം ഇത്രോൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ 40 വർഷം ഫറവോൻ്റെ അവിടെ പഠിച്ചത് വീണ്ടും പുനർവ്യാഖ്യാനം ചെയ്യുകയാണ്, വീണ്ടും പുനർപഠനം നടത്തുകയാണ്. അപ്പോഴാണ് മോശയ്ക്ക് പുതിയൊരു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. അതുവരെ മോശയ്ക്ക് ആ ദൈവത്തെ അറിഞ്ഞുകൂടാ, ഫറവോൻ്റെ അവിടുത്തെ ദൈവത്തെ അറിയാകുകയുള്ളൂ. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇത്രോവിൻ്റെ ആടിനെ മേയ്ക്കുവാനായിട്ട് മോശ പോയപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞ ചിന്ത മനസ്സിലുണ്ട്. ആ ഹോറേബ് മലയിൽ അവിടെ സാധുക്കളെ സംരക്ഷിക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും മോശ ആ പർവ്വതം നോക്കിക്കൊണ്ടാണ് പോകുന്നത്, അല്ലേ? നമുക്കൊരു ഉൾവാഞ്ച, നമുക്കൊരു കാര്യം, ഒരു പ്രശ്നം പരിഹരിക്കണം, അപ്പോൾ ഉത്കടമായ ഒരാഗ്രഹം കാണും, അല്ലേ? അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? എങ്ങനെ എൻ്റെ ജനതയെ വിമോചിപ്പിക്കാൻ സാധിക്കും? അപ്പോഴാണ് ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം പ്രത്യക്ഷപ്പെടുന്നു, അല്ലേ? പുല്ല് കത്തിപ്പോകുന്നില്ല. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ടറിയാം. അവിടെ ആ 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുന്നു. 3-ാം അധ്യായം 9-10. ഞാൻ നിന്നെ ഫറവോൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ അയച്ചു, അവരെ വിമോചിപ്പിക്കാനുള്ള കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറയും. അപ്പം മോശ 40 കൊല്ലം ഫറവോൻ്റെ അവിടെ പഠിച്ചു, 40 കൊല്ലം ഇത്രോവിൻ്റെ അവിടെ പഠിച്ചു. ഫറവോൻ്റെ അവിടെ മോശ പഠിച്ചത് ഫറവോൻ്റെ മന്ത്രവാദങ്ങളൊക്കെയാണ്. നമുക്കങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. കാരണം ഫറവോൻ്റെ പുരോഹിതന്മാർ സർപ്പത്തെ ഉണ്ടാക്കിയപ്പോൾ മോശയുടെ വടിയുടെ സർപ്പം എന്താ ചെയ്തു? അതിനെയെല്ലാം വിഴുങ്ങി. അപ്പോൾ സൂപ്പർ മജീഷ്യനായി നമ്മുടെ മോശ. അവിടെ നിന്ന് ഫറവോൻ ജനങ്ങളെ കളിപ്പിക്കുന്ന വിധങ്ങളെല്ലാം മോശ പഠിച്ചു. അത് സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് ഒരു പ്രസംഗം ചെയ്യുന്നുണ്ട്. അതിൻ്റെ 22-ാം വാക്യത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. പുറപ്പാട് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നില്ല. എന്നാൽ സ്തെഫാനോസ് പറയുന്നു, മോശ 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7:22 അവിടെ സ്തെഫാനോസ് പറയുന്നു, മോശ അരമനയിൽ താമസിച്ചുകൊണ്ട് അവർ ചെപ്പടി വിദ്യകളെല്ലാം പഠിച്ചു, അവർ ജനങ്ങളെ അടിമകളാക്കുന്നതെല്ലാം പഠിച്ചു. ഇന്നതിന് എപ്പിസ്റ്റമോളജി എന്നാണ് പറയുന്നത് തിയറിയിൽ. അവരെ ജ്ഞാനസിദ്ധാന്തങ്ങളെല്ലാം പഠിച്ചു. അതുകൊണ്ടാണ് മോശയ്ക്ക് വിമോചിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് മോശയെ ദൈവം എടുത്ത് ഉപയോഗിച്ചത്. നാം ഒരു വിമോചന പ്രക്രിയയിൽ നാം ഒരു വ്യത്യാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആരാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്, ആ സാഹചര്യം എന്താണ്, അതെങ്ങനെ വന്നു എന്ന് ഗൗരവമായി പഠിക്കേണ്ട ആവശ്യമാണ്. അത് ഗൗരവമായി പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് ദൈവം കൂടെ വരികയുള്ളൂ. അവിടെയാണ് ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. നീ മുന്നോട്ട് പോകും, നിൻ്റെ വഴി ശരിയാണ്, ആ വഴിയെ മുന്നോട്ട് പോയാൽ ആ ജനതയെ വിമോചനത്തിലെത്തിക്കാൻ ഞാൻ സഹായിക്കുമെന്ന മോശയോടെ ദൈവം പറയുകയാണ്. അങ്ങനെ മോശയുടെ ജീവിതത്തിൽ വലിയൊരു കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നു. ജനങ്ങളെ മോചിപ്പിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. അവരെ പുതിയ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വേറൊരു വാക്യമുണ്ട്. അവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 24-ാം വാക്യം എന്തോ അതിലെന്ന് പറയുന്നത്?
ആൾ. ഇത് നമ്മളെല്ലാം ജീവിതത്തിൽ പ്രമാണിക്കേണ്ട പ്രമാണമാണ്. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉല്ലസിച്ച് നടക്കാൻ പോകുകയല്ല, തൻ്റെ ജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത്, കഷ്ടത്തിൽ ചെന്ന് പെടുകയല്ല ചെയ്യുന്നത്. ചൂസ് സഫറിങ്, ദ വേ ഓഫ് സഫറിങ്. അതാ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കഷ്ടതയുടെ വഴി തിരഞ്ഞെടുക്കുകയാണ്, അല്ല ചെന്ന് വെട്ടിട്ട് കഷ്ടതയാണെന്ന് പറയുകയല്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. കഷ്ടത അനുഭവിപ്പാൻ, പ്രയാസങ്ങൾ നേരിടുവാൻ, പ്രാതികൂല്യങ്ങൾ നേരിടുവാൻ നാം അഭ്യസിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്, നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്. അവിടെയാണ് ദൈവം നമ്മളെ പുതിയ ആകാശം, പുതിയ ലോകത്തിലേക്ക് നയിക്കുന്നത്. അവിടെയാണ് പുതിയ മനുഷ്യരായി, ദൈവമക്കളായി നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സ്നേഹ പറഞ്ഞ ഈ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾക്ക് മുമ്പേ ഉള്ള ഒരു ലോകത്തിലേക്കാണ് നാം ജനിച്ചു വീഴുന്നത്. അവിടെ അസമത്വങ്ങൾ, പല പ്രശ്നങ്ങളുണ്ട്. അത് കണ്ട് നമ്മൾ സ്നേഹാനെ ആ മറുപടി അവിടെ പറയുന്നുണ്ട്. നമ്മൾ നിരാശരായി പോവുകയല്ല, ആ ലോകത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ഉള്ള പ്രയത്നത്തിൽ നമ്മൾ ദൈവത്തോടൊത്ത് പങ്കുചേരുകയാണ്. അതുതന്നെയാണ് പെസഹയുടെ സന്ദേശം. അതുതന്നെയാണ് മോശയെക്കൂടെ ദൈവം എന്നും ആ ചരിത്രത്തിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാം അതിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്. നമ്മളെ എന്തൊക്കെയാണ് അടിമത്തത്തിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ ലോകം അടിമത്തിൽ വീണുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ കോഴഞ്ചേരിയിലാണ് 3 നിഷ്കളങ്കരായ കുട്ടികൾ SLC കഴിഞ്ഞപ്പോൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങി വന്നത്. ദൂരെയെങ്ങുമല്ല. ഇത് ലോകത്തെക്കുറിച്ചുള്ള ഇന്ന് വന്നൊരു പ്രശ്നമാണ്. നിഷ്കളങ്കരായ കുട്ടികളാണ് അവർ തെറ്റിയെന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. ഇന്ന് ലോകം വന്നു നിൽക്കുന്ന അവിടെയാണ്. അങ്ങനത്തെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അതിജീവിപ്പാനായിട്ടാണ് ഈ പെസഹ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പെസഹ നമ്മൾ പറയുന്നു, കഷ്ടമനുഭവിപ്പാനുള്ള മനസ്സൊരുക്കമുള്ളവരായി ദൈവം ഉദ്ദേശിക്കുന്ന വഴിയെ സഞ്ചരിപ്പാൻ നമ്മൾ പ്രാപ്തരായി തീരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നമുക്ക് മറ്റ് തലമുറകൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കും. സമൂഹത്തെ നമുക്ക് രൂപപ്പെടുവാൻ സാധിക്കും. സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. അതിന് ദൈവം തന്നെ പരിസ്ഥാനമാകൊണ്ട് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ.